هذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على سيدنا محمد رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടിമകൾ മരണാനന്തര ജീവിതത്തിൽ നേരിടാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞു തരിക. മഹ്ശറയിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങളെല്ലാം വളരെ വിശദമായ നിലയിൽ അല്ലാഹു തആല പ്രതിപാദിക്കുന്നു. നാം ഇന്ന് കേട്ട ആയത്തുകളിൽ, സൂറത്തുകളിൽ. ഖുർആനിന്റെ നല്ലൊരു ഭാഗം പരലോക ജീവിതത്തെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. കാരണം പരലോക ജീവിതത്തെ നിഷേധിക്കുക എന്നത് ആരംഭകാലം മുതലേ ഉള്ള ഒരു പ്രവണതയാണ്. നബിമാരെല്ലാവരും വന്ന് ഈ ലോകത്ത് ആളുകളോട് അറിയിച്ചത് അള്ളാഹുവിനെ അനുസരിക്കാനും നബിമാരുടെ കൽപ്പനകളെ വഴിപ്പെടാനുമാണ്. അത് സമ്മതിക്കാതെ വന്നാൽ പിന്നെ വളരെ അതിര് കടന്നുപോയി അള്ളാഹുവിനെ പൂർണ്ണമായ നിലയിൽ നിഷേധിച്ച് അമ്പിയാക്കളുടെ മേൽ പലതരത്തിലുള്ള അക്രമങ്ങളൊക്കെ അഴിച്ചുവിടാൻ തുടങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചിലർക്ക് അല്ലാഹു തആല ഇവിടെ വെച്ച് തന്നെ അല്ലാഹുവിന്റെ ശിക്ഷ നൽകുകയും അവരെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നബിമാർ ഇത് പലപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മുൻഗാമികൾക്ക് വന്നിട്ടുള്ള ആപത്തുകൾ പോലെ നിങ്ങൾക്കും ഉണ്ടാകും. അത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അനുഭവമാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ നിഷേധിക്കരുത്. നിഷേധിച്ചാൽ നിങ്ങൾക്കും ഇത് തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ നബിമാര് പറഞ്ഞു കൊടുക്കും. ചിലർ സമ്മതിക്കുകയില്ല. അവരുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷ ഈ ലോകത്ത് വെച്ച് നടപ്പാകും. അല്ലാഹു തആല അങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ ഖുർആനിൽ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഇങ്ങനത്തെ ശിക്ഷകൾ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും അതിൻ്റെ എല്ലാം ഫലങ്ങൾ, അതുപോലെ മനുഷ്യൻ ചെയ്യുന്ന നന്മകൾക്ക് അതിൻ്റെ പ്രയോജനങ്ങൾ, പ്രതിഫലങ്ങൾ, ഇതൊക്കെ പരലോകത്താണ് അല്ലാഹു തആല വച്ചിരിക്കുന്നത്. ദുനിയാവിൽ അതിൻ്റെ ചില ഗുണങ്ങൾ വളരെ അപൂർവമായ നിലയിൽ ഉണ്ടാകും. സമാധാനം, സന്തോഷം, അതുപോലെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ, ശത്രുക്കൾക്കെതിരെയുള്ള വിജയം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി ഉണ്ടാവുക, ഇതൊക്കെ ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല ചെറിയ ചെറിയ പ്രയോജനങ്ങളായിട്ട് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് കൊടുക്കും. നബിമാര് അതും വന്ന് ആളുകളോട് പറയും, നിങ്ങൾ നല്ല നിലയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഇന്ന ഗുണങ്ങൾ ഉണ്ടാകും, അല്ലാഹു തആല നിങ്ങളുടെ മേൽ അവന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അധികവും എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായ നിലയിലുള്ള
തീരുമാനവും അതിൻ്റെ പ്രയോജനവും പ്രതികാരവും എല്ലാം ആഖിറത്തിലാണ് ഉണ്ടാകുന്നത്, പാരത്രിക ജീവിതത്തിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നല്ല ഒരു ഭാഗം മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, പാരത്രിക ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ വേണ്ടി അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഈമാനിനെ കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കണമെങ്കിലും പ്രധാനമായിട്ടും എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങൾ അല്ലാഹു തആല ഖുർആനിലും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധാരാളം ഹദീസുകളിൽ എടുത്തു പറയുന്നത്, ഒന്ന് അല്ലാഹുവിലുള്ള വിശ്വാസം, പിന്നെ ഒന്ന് പരലോകത്തിലുള്ള വിശ്വാസം. ഇത് രണ്ടുമാണ് അല്ലാഹു തആല എടുത്തു പറയുന്നത്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ഈമാൻ ബിൽ ഗൈബ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഈമാനാണ് അതിന്റെ പ്രധാനം. പിന്നെ ബാക്കിയുള്ള മലക്കുകളെ കുറിച്ചും മറ്റുമുള്ള ഈമാൻ. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അടുത്ത ഈമാൻ ആഖിറത്തെ കുറിച്ചുള്ളതാണ്. ഇത് അല്ലാഹു തആല ഖുർആനിൽ പല ഭാഗങ്ങളിലും ഇതിനെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ ധാരാളമായിട്ട് ഇത് കാണാം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ളൈഫഹു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഇങ്ങനെയായി ആഖിറത്തെ കുറിച്ചുള്ള ഈമാനിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയാറ്. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൊക്കെ അവിടെ ഉണ്ടാകാൻ പോകുന്ന ആഖിറത്തിൽ എന്താ സംഭവിക്കുക. ഖബറിലെ ജീവിതം അവസാനിപ്പിച്ച് മനുഷ്യൻ പോകുന്നത് മുതൽ ഫൈദാ നുഖിറ ഫിന്നാഖൂരി ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ അലൽ കാഫിരീന ഗൈറു യസീർ. സൂറിൽ ഊതുന്നതിനെ കുറിച്ച് മുതൽ, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ, അതിനു മുമ്പ് ഖബറിലേക്ക് പോകാൻ തയ്യാറാകുന്ന ഒരുങ്ങുന്ന കാര്യം വരെയും അവിടെ മുതൽ അല്ലാഹു തആല തുടങ്ങുകയാണ്. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖിം വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖി ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. മരണത്തിന് ശേഷം പിന്നെ അവിടെ പോയി മനുഷ്യൻ അവന്റെ നന്മകളെ കുറിച്ച് പരതുന്നത്, എന്തെങ്കിലും നന്മ ഉണ്ടോ അവിടെ പോയാ, ഇവിടെ നിന്ന് കൊണ്ടുപോകാത്ത നന്മ അവിടെ പോയി നോക്കി അവിടെ നിന്ന് കിട്ടാനോ? അവിടെ വരുമ്പം ഫലാ സദ്ദഖ വലാ സല്ല വലാകിൻ കദ്ദബ വതവല്ല സുമ്മ ദഹബ ഇലാ അഹ്ലിഹി യതവത്ത. അല്ലാഹു തആല സംഭവങ്ങൾ വിവരിക്കും. അങ്ങനെ മനുഷ്യൻ മഹ്ശറയിൽ ഓടി നടക്കും, ഓടി നടന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കും. തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന ഫസ്ബിർ സബ്റൻ ജമീല ഇന്നഹും യറൗനഹു ബഈദൻ വനറാഹു ഖരീബ യൗമ തകൂനുസ് സമാഉ കൽമുഹ്ൽ വതകൂനുൽ ജിബാലു കൽഇഹ്ൻ ഫലാ യസ്അലു ഹമീമുൻ ഹമീമ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. മഹ്ശറയിൽ പോയി നോക്കുമ്പോൾ ഒന്നും കാണൂല, നന്മയൊന്നും ഇല്ലാതെ വരുമ്പോൾ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം വേണമല്ലോ. അല്ലാഹു തആല പറയുകയാണ്, അവിടെ പോയിട്ട് മനുഷ്യൻ ജാമ്യം കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കുമെന്ന്. ഇവിടെ അങ്ങനെയാണല്ലോ, കേസിൽ കുടുങ്ങിപ്പോയ ആൾക്കാർ ജാമ്യം കൊടുത്ത് ഒഴിവായി നടക്കും. അവസാനം ജാമ്യക്കാരൻ കുടുങ്ങും, അവൻ മുങ്ങും. ജാമ്യം എടുത്തിറങ്ങി വന്ന് ജയിലിൽ നിന്നൊക്കെ വന്നവൻ മുങ്ങിക്കളയും, അവസാനം ജാമ്യക്കാരൻ കുടുങ്ങും എന്ന് പറഞ്ഞതുമാതിരി അവിടെയും മനുഷ്യന്റെ സ്വഭാവമാണല്ലോ, അവിടെയും കാണിക്കും.
അള്ളാഹു പറയുന്നു, അക്രമിയായ തെറ്റ് ചെയ്ത പാവിയായ മനുഷ്യൻ മഹ്ശറയിൽ അവന്റെ അവസ്ഥ കണ്ടിട്ട് അവൻ ആഗ്രഹിക്കും, അവൻ വിചാരിക്കും, മക്കളെ ഒക്കെ കിട്ടിയ എല്ലാത്തിനെയും കൂടി അങ്ങോട്ട് കൊടുത്തേക്കാം. കൊടുത്ത് ഞാൻ നരകത്തിൽ പോകേണ്ടതിന് പകരം എൻ്റെ മക്കളെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് മക്കൾ പോയി നരകത്തിൽ കിടന്നോട്ടെ, ഞാൻ രക്ഷപ്പെടാം. സ്വീകരിക്കുമെങ്കിൽ അത് കൊടുത്ത് ജാമ്യം കൊടുത്ത് ഒഴിവാകാമായിരുന്നു മക്കളെ കൊണ്ടുവന്ന്. കൂട്ടത്തിൽ ഇത്രയും കാലവും ജീവിച്ച് എൻ്റെ ആവശ്യങ്ങൾ മുഴുവനും നടത്തി തന്ന് എനിക്ക് സേവനം ചെയ്ത് കഴിഞ്ഞുകൂടിയ 10, 40, 50, 60 വർഷമല്ല, എത്ര വയസ്സായാലും പിന്നെയും നോക്കി സംരക്ഷിച്ച് ആവശ്യമായ കാര്യങ്ങൾ നടത്തി അതിനുവേണ്ടി കഷ്ടപ്പെട്ട് നടക്കുന്ന തൻ്റെ കൂടെ നടന്ന ഭാര്യയെ മഹ്ശറയിൽ വെച്ച് മനുഷ്യൻ വിചാരിക്കുക, ഇതിനെ പിടിച്ചങ്ങ് നരകത്തിലേക്ക് കൊടുത്തിട്ട് ജാമ്യം കൊടുത്തിട്ട് ഞാൻ രക്ഷപ്പെടാമെന്ന്, എൻ്റെ സ്ഥലത്ത് ഈ ഭാര്യയെ പിടിച്ചങ്ങ് ഇട്ടേക്കാമെന്ന്. സഹോദരങ്ങളെ പിടിച്ചു കൊടുക്കാമാരെങ്കിലും ജ്യേഷ്ഠനെയോ അനുജനെയോ കിട്ടിയ അവനെ പിടിച്ചങ്ങ് കൊടുത്തിട്ട് ഞാൻ രക്ഷപ്പെട്ടു പോകാമായിരുന്നു. ആ സ്ഥലം ഫില്ലാകുമല്ലോ നരകത്തിന്, പിന്നെ എനിക്കവിടെ സ്ഥലമില്ലാതെയാകും, കൊടുത്തേക്കാമെന്ന് ഓർത്തി. പിന്നെ അതൊന്നും മതിയാകാതെ വരുമ്പോ മക്കളും പോരാ, ഭാര്യയും പോരാ, സഹോദരങ്ങളും പോരാ, ഇവരൊക്കെ കൊടുത്തിട്ടും ഇവന്റെ പാവം തീരുന്നില്ല, പിന്നെയും വലിയ പാവിയായിട്ട് കിടക്കുക. ഇനി എന്ത് കൊടുക്കും ജാമ്യം? അവൻ ആലോചിക്കുമ്പോ അവന്റെ കുടുംബക്കാരെ എല്ലാവരെയും പിടിച്ചങ്ങ് കൊടുത്തേക്കാവും. മുഴുവൻ കുടുംബക്കാരെയും എല്ലാരെയും അങ്ങ് കൊടുത്തിട്ട് രക്ഷപ്പെടാം. അപ്പോഴും തീരുവോ? അതുകൊണ്ട് മറ്റേ നരകത്തിലൂടെ പിരിയ ആകുമോ? തീരുവോ? തീരുമില്ല. അപ്പൊ പിന്നെ മനുഷ്യന്റെ ആഗ്രഹം മഹ്ശറയിൽ നിറച്ച ആളുകൾ നിൽക്കുകയല്ലേ. ആദം അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള ഖിയാമത്ത് നാൾ വരെ വന്ന മുഴുവൻ മനുഷ്യരും മഹ്ശറയിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുക. അപ്പൊ അവൻ വിചാരിക്കും, ഇവരെ എല്ലാരെയും അങ്ങ് കൊടുത്ത് തള്ളി നരകത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ മാത്രം അങ്ങ് രക്ഷപ്പെടാൻ സുമ്മയുഞ്ചി എന്ന് മനുഷ്യൻ വിചാരിക്കുമെന്ന് അല്ലാഹു പറയാം. നമ്മുടെയൊക്കെ അവസ്ഥയെ പറയുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ ഇത് ആരുടെയോ എന്തോ കാര്യങ്ങൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന സംഭവം, അവിടെ നടക്കുന്ന നാടകം അല്ലാഹു പറയുകയാണെന്ന് വിചാരിക്കരുത്. എന്റെയും നിങ്ങളുടെയും കാര്യമാണ് പറയുന്നത്. നമ്മളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അള്ളാഹു പറയുന്നു, അങ്ങനെ ഒന്നും രക്ഷപ്പെടാൻ നോക്കിയാൽ നടക്കൂല. നിന്നെ തേടി ജാമ്യം കൊടുത്ത് രക്ഷപ്പെടാമെന്ന് ഓടാൻ വേണ്ടി വിചാരിക്കുന്ന നിന്നെ തേടി നരകം പുറകെ വരും, വന്ന് നിന്നെ പിടിച്ച് ചുടും, നിന്നെ ചുട്ട് കരിക്കും, നിന്റെ തൊലിയെല്ലാം ഇങ്ങനെ കരിഞ്ഞ് ചുട്ടെടുക്കും നിന്നെ. കല്ല ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ല വജമഅ ഫഔഅ ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅൻ വഇദാ മസ്സഹുൽ ഖൈറു മൻഉഅ ഇല്ലൽ മുസല്ലീൻ. ആരാ രക്ഷപ്പെടുന്നത്? ആർക്കാ രക്ഷ കിട്ടുക? നരകം ഓടുന്നവനെയും വിടൂല. തദ്ഉ മൻ അദ്ബറ വതവല്ല, രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ഓടിയ നരകം വിടൂല. ഇവിടെ വേണമെന്ന് പറഞ്ഞ് വിളിക്കും, പിടിക്കും. തദ്ഉ മൻ അദ്ബറ വതവല്ല, എന്നിട്ട് നരകത്തിലിട്ട് ചുടും, തൊലിയെല്ലാം ഇങ്ങനെ ഒരിഞ്ഞു വരും. നസ്സാഅതൻ ലിശ്ശവാ. രക്ഷപ്പെടുന്നതാരാ? അല്ലാഹു തആല കുറെ ഗുണങ്ങൾ പറയുന്നു. ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. അങ്ങനെ കുറെ ഗുണങ്ങൾ അല്ലാഹു തആല പറയുന്നു. ഈ ഗുണങ്ങളുള്ള ആളുകൾ അവിടെയും അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. ആഖിറത്തെ കുറിച്ച് വിശ്വസിക്കുന്നവര്, അത് ശരിയാണെന്ന് സമ്മതിക്കുന്ന ആളുകൾ രക്ഷപ്പെടുക. അപ്പൊ ആഖിറത്തിന്റെ വിശ്വാസം, ഇതിനെക്കുറിച്ച് അല്ലാഹു തആല വിവരിച്ചു പറയുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞു തരുന്നു. നിങ്ങളെ ഈ ലോകത്ത് ഞാൻ സൃഷ്ടിച്ച് നിങ്ങൾക്ക് ജീവിതവും തന്ന് അവസാനം പിന്നെ ഒരു ദിവസം നിങ്ങളെ മരിപ്പിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. എന്തിനാ ഇത് ചെയ്യുന്നത്? ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. ഒരു കാര്യം, നിങ്ങളിവിടെ പലതും ചെയ്യും, ജീവിക്കും, എന്തെല്ലാം ചെയ്യുന്നു, തിന്നുന്നു, കുടിക്കുന്നു, സുഖിക്കുന്നു, നിങ്ങൾ ആനന്ദിക്കുന്നു, ഇഷ്ടംപോലെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യുന്നു. അതൊന്നും നോക്കാനല്ല ഞാൻ നിങ്ങളെ പഠിച്ചത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു പറയുന്നു, അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്.
നല്ല പണി ചെയ്യുന്നവരാരാണെന്ന്. അഹ്സനു അമല, നല്ല അമലുകൾ ചെയ്യുന്നവർ ആരാണെന്ന് പരിശോധിക്കുക. ഇതാണ് അള്ളാഹുവിന്റെ നമുക്ക് ഈ ജീവിതമെല്ലാം തന്നതുകൊണ്ടുള്ള ഉദ്ദേശം. നമ്മളെ ജീവിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഒരുപാട് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ ചെയ്യുന്നതൊക്കെ നല്ലതാണോ മോശമാണോ? നിങ്ങളിൽ ആരാണ് നല്ലത് ചെയ്യുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിച്ച് തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഈ സംവിധാനങ്ങൾ മുഴുവനും ഒരുക്കിയിരിക്കുന്നത്. എന്താ നല്ലത്? അഹ്സനു അമല, നല്ല അമലേതാ? നല്ല അമലിന് 2 നിബന്ധനയാണുള്ളത്. മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവർത്തനവും നല്ലതാകാൻ 2 കാര്യങ്ങൾ വേണം. അടിസ്ഥാനപരമായി 2 നിബന്ധനകൾ. ഒന്ന്, ഇഖ്ലാസോടെ ചെയ്യുന്നതായിരിക്കണം. അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം ചെയ്യുന്നത്. ഏത് അമൽ ചെയ്താലും അള്ളാഹുവിന്റെ പൊരുത്തത്തെ ലക്ഷ്യമാക്കി മാത്രമേ മനുഷ്യൻ ചെയ്യാവുള്ളൂ. മനുഷ്യന്റെ മുഴുവൻ അനക്കവും അടക്കവും എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തെ ലക്ഷ്യമാക്കി ആയിരിക്കണം. അത് ഇബാദത്തുകളാണെങ്കിലും ശരി, ഇടപാടുകളാണെങ്കിലും ശരി, ആരോടെങ്കിലുമായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിലും ശരി, അവന്റെ സംസാരമോ അവന്റെ പ്രവൃത്തിയോ പെരുമാറ്റമോ ഇടപാടുകളോ എന്താണെങ്കിലും ശരി, ഇതെല്ലാം എല്ലാത്തിലും ഇഖ്ലാസ്, നിയ്യത്ത് നന്നായിരിക്കണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആയിരിക്കണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നല്ലതേ ചെയ്യാൻ പറ്റൂ. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആർക്കെങ്കിലും കള്ളു കുടിക്കാൻ പറ്റൂ? അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആർക്കെങ്കിലും ചീത്ത പറയാൻ പറ്റൂ? അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആരുടെയെങ്കിലും മുതൽ മോഷ്ടിക്കാൻ പറ്റൂ? അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആരുടെയെങ്കിലും മുതൽ പിടിച്ചു പറിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആരെയെങ്കിലും ഉപദ്രവിക്കുക, ആരോടെങ്കിലും ദേഷ്യപ്പെടുക, ആരോടെങ്കിലും മോശമായ നിലയിൽ പെരുമാറുക, മോശമായ നിലയിൽ സംസാരിക്കുക, മാതാപിതാക്കളെ ഉപദ്രവിക്കുക, സഹോദരങ്ങളെ ഉപദ്രവിക്കുക, അവരുടെ ബന്ധം മുറിക്കുക, ഇതൊന്നും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യാൻ പറ്റൂലല്ലോ. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യണമെങ്കിൽ അത് നല്ല കാര്യമായിരിക്കണം, അതേ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ ബന്ധങ്ങളെല്ലാം നന്നാക്കുന്നതേ ഉള്ളൂ അള്ളാഹുവിന് വേണ്ടിയാവും. അമലുകളുടെ ഒന്നാമത്തെ നിബന്ധന അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, ഇഖ്ലാസ്. രണ്ടാമത്തെ കാര്യം മുവാഫഖത്ത് ലിസ്സുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന, തങ്ങൾ പഠിപ്പിച്ച രീതിയിൽ അതിനോട് യോജിച്ച തരത്തിലായിരിക്കണം ചെയ്യുന്നത്. ഏത് കാര്യം ചെയ്താലും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, തങ്ങളത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ചെയ്യണം. ഒരാൾ വുളൂ ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ കാണിച്ചു തന്നോ അതുപോലെ വുളൂ ചെയ്യണം. ഒരാൾക്ക് സ്വന്തം മനസ്സിൽ തോന്നുന്നു അതിനേക്കാൾ അല്പം കൂടി നന്നായിട്ട് ചെയ്തേക്കാമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വരുന്നുണ്ട്, തങ്ങൾ 1 സാഅ് വെള്ളത്തിൽ കുളിക്കുമായിരുന്നു, 1 മുദ്ദ വെള്ളത്തിൽ വുളൂ ചെയ്യുമായിരുന്നു. അഥവാ വുളൂഇന് ആവശ്യമായ വെള്ളം മാത്രം തങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. അവയവങ്ങൾ കഴുകുമ്പോൾ 3 കാര്യം. ഒന്ന്, വുളൂഇന്റെ അവയവങ്ങളെല്ലാം പൂർണ്ണമായ നിലയിൽ നനയുക, പൂർണ്ണമായ നിലയിൽ കഴുകുക. എത്രയാണോ കഴുകേണ്ടത് അത്രയും ഭാഗത്ത് വെള്ളം നനഞ്ഞിരിക്കുക. മുഖത്തിന് അളവ് പറഞ്ഞിട്ടുണ്ട്. ചെവി മുതൽ ചെവിക്കുറ്റി വരെ, മുടി മുളയ്ക്കുന്ന സ്ഥലം മുതൽ താടിയലിന്റെ താഴ്ഭാഗം വരെ. അപ്പൊ ഇത്രയും ഭാഗം നനയണം, അപ്പോഴേ ഉള്ളൂ മുഖം കഴുകലാവുകയുള്ളൂ. അപ്പൊ ഒരാൾ കുറച്ച് വെള്ളം കോരി മുഖത്തിങ്ങനെ, സാധാരണ ഈ ചൂടൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ചൂടത്തൊക്കെ വെയിലത്തൊക്കെ നടന്നു വന്ന വീട്ടിലൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെള്ളം ടാപ്പോ ഒക്കെ കാണുമ്പോൾ ഒന്ന് മുഖം കഴുകാറുണ്ട്, മുഖത്തിനോട് തണുപ്പ് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇതൊന്നും നോക്കിയിട്ടല്ല കഴുകുന്നത്, അളവൊന്നും നോക്കിയിട്ടല്ല കഴുകുന്നത്. അല്പം വെള്ളം എടുത്ത് മുഖത്തിങ്ങനെ ഒഴിക്കും. ഒരാൾ വുളൂ ചെയ്യുമ്പോഴും ഇതുപോലെയാ കഴിയതെങ്കിലോ ആവൂല, അത് വുളൂ ആവൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും ഭാഗവും വെള്ളം എത്തിച്ചിരുന്നു, നനച്ചിരുന്നു. അളവ് എത്രയാണോ ആ അളവിന്റെ മുഴുവൻ ഭാഗങ്ങളും നനയ്ക്കണം, അപ്പോഴാ വുളൂ.
രണ്ടാമത്തെ കാര്യം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രാവശ്യം കഴുകിയിരുന്നു. മുഖം കഴുകുമ്പോൾ 3 പ്രാവശ്യം കഴുകും, കൈ കഴുകുമ്പോൾ 3 പ്രാവശ്യം കഴുകും. അങ്ങനെ 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോ നമ്മളും നമ്മുടെ വുളു ശരിയാകണമെങ്കിൽ 3 പ്രാവശ്യം വീതം കഴുകണം, കുറച്ചാൽ പറ്റൂല. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളുവിന്റെ അവയവങ്ങളുടെ അളവ് എത്രയാണോ ആ അളവിനേക്കാൾ അല്പവും കൂടി കൂട്ടി കഴുകുമായിരുന്നു. മുഖം കഴുകുമ്പോൾ മുഖത്തിന്റെ അളവ് ഇത്രയുമാണ്, അല്പവും കൂടെ കയറ്റി കഴുകും. ചിലപ്പോ മുടി മുളയ്ക്കുന്ന സ്ഥലം കൃത്യമായിട്ട് നൂല് പിടിച്ചിട്ടല്ല കഴുകുന്നത്, അതിന്റെ മുകളിലേക്കും കൂടി ചേർത്ത് കഴുകും. മുഖം കഴുകുമ്പോൾ ചെവിക്കുറ്റി വരെയാണ്, പക്ഷെ ചെവിക്കുറ്റിയും കൂടി നനയാൻ പാകത്തിന്, താടിയലിന്റെ താഴ്ഭാഗം ശരിക്കും നനയാൻ പാകത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറ്റി കഴുകുമായിരുന്നു. കൈ കഴുകുമ്പോൾ മുട്ട് വരെ കഴുകിയാൽ മതി, പക്ഷെ മുട്ടും കൂടെ ചേർത്ത് കഴുകും, അതിന്റെ മുകളിലേക്കും ചേർത്ത് കഴുകും. കണ്ണങ്കാല് വരെ കഴുകിയാൽ മതി കാല്, പക്ഷെ കണ്ണങ്കാലിന്റെ മുകളിലേക്ക് കയറ്റി കഴുകുമായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവായിരുന്നു. അപ്പൊ ഒരാൾ വുളു ചെയ്താൽ ഇങ്ങനെ വുളു ചെയ്താലേ വുളു ശരിയാവുകയുള്ളൂ, പൂർണ്ണമാവുകയുള്ളൂ. ഇനി ഒരാൾ ഇതിലെന്തെങ്കിലും കുറവ് വരുത്തി, അവന്റെ വുളു പൂർണ്ണമല്ല. ഇനി ഒരാള് വുളു കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് കുറേ വെള്ളം കോരി അങ്ങ് മുഖത്ത് വെച്ച്, ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് മുഖത്ത് ഇങ്ങനെ ഒഴിച്ച് കഴിയും. ഒരു 3 ബക്കറ്റ് വേണം. ചില ആൾക്കാർ കാണാൻ പാടില്ല, ഹൗദിൽ നിന്നൊക്കെ വലിയ കപ്പില് 2 ലിറ്ററിന്റെ കപ്പിൽ കോരിയാ ഒഴിച്ച് മുഖം കഴുകുന്നത്. അങ്ങനെ വെള്ളം നല്ലപോലെ അങ്ങോട്ട് കഴുകാമെന്ന് വിചാരിച്ച് നന്നാക്കി കഴുകി. അതുപോലെ ഒരു 5-8 പ്രാവശ്യം അങ്ങ് മുഖം കഴുകിയവരാണ്. നല്ല പോലെ ഇരിക്കട്ടെ, കഴുകി നല്ല വൃത്തിയാകട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ കൈ കഴുകിയപ്പോഴും കാല് കഴുകിയപ്പോഴും അല്ല, ഇതുപോലെ അങ്ങ് കഴുകി കൂടുതൽ പ്രാവശ്യം ഒരുപാട് വെള്ളം ഉപയോഗിച്ച്. അപ്പൊ അവന്റെ വുളു നന്നായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത വുളുവേക്കാൾ കൂടുതൽ നന്നായിട്ട് വൃത്തിയായിട്ടല്ലേ അവൻ വുളു ചെയ്തത്? അതിനേക്കാൾ കൂടുതൽ നന്നാകണമെന്നുള്ള ഉദ്ദേശത്തിലല്ലേ അവൻ ചെയ്തത്? അപ്പൊ അത് നന്നാവുകയല്ലേ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 പ്രാവശ്യത്തെക്കാൾ കൂടുതൽ ആരെങ്കിലും കഴുകിയാൽ ഇസ്രാഫ് ആണ്, ഹറാമാണ്. നന്നാക്കാൻ ചെയ്തതാണ്, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി, തങ്ങളുടെ വഴി വിട്ടപ്പോ ഹറാമായി. വെള്ളം അമിതമായി ഉപയോഗിച്ചത് ഇസ്രാഫാണ്. എണ്ണത്തിൽ കൂടുതൽ 3 പ്രാവശ്യത്തെക്കാൾ കൂടുതൽ കഴുകി, ഇത് പാടില്ല. 3 പാടുള്ളൂ, അതിൽ കൂടുതൽ കഴുകാൻ പാടില്ല. അപ്പൊ അമൽ നന്നാകണമെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമലിനോട് യോജിച്ചു വരണം. ഇതാണ് അല്ലാഹു തആല പരിശോധിക്കുന്നത്. നീ വുളു എടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുളുവിനേക്കാൾ നിന്റെ വുളു കുറച്ചും കൂടെ നന്നായിരിക്കട്ടെ, പൂർണ്ണമായിരിക്കട്ടെ. നബി തങ്ങളുടെ വുളു അത്രയും പറ്റിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുളു ചെറുതായിരുന്നു, അത് പൂർണ്ണമായില്ല, ഞാനാണ് നല്ലപോലെ കഴുകിയതെന്നുള്ള തോന്നലിലാണോ നീ ചെയ്യുന്നത് എന്ന് നിന്നെ പരിശോധിക്കാൻ. നമസ്കാരത്തിലും അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് കണ്ടിട്ട് അതുപോലെ നിസ്കരിക്കണമെന്ന് സഹാബാക്കളോട് പറഞ്ഞു. നമ്മൾ നിസ്കാരത്തില് അതിനേക്കാൾ കൂടുതലാക്കാൻ വേണ്ടി പലതും ഇങ്ങനെ കൂട്ടി ചേർത്ത് ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിരിക്കുക. നമ്മുടെ നിസ്കാരത്തിന് അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പ് കാണും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം പോലെയല്ല നമ്മുടെ നമസ്കാരം. നമ്മുടെ നമസ്കാരം പരിശോധിച്ചോ, ഇപ്പോഴത്തെ ഈ പുതിയ പിള്ളേരൊക്കെ പാൻ്റൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന നാട്ടിൽ അവിടെ ഇവിടെയെല്ലാം വള്ളി പിടിപ്പിച്ച്, അവിടെ ഇവിടെയെല്ലാം പോക്കറ്റ് പിടിപ്പിച്ച്, മുട്ടയിൽ പോക്കറ്റ്, ചന്തിയിൽ പോക്കറ്റ്, കാലിൽ പോക്കറ്റ്, പിന്നെ വള്ളിയിൽ 2-3 ഇങ്ങനെ തൊങ്ങിക്കിടക്കും. അവിടെ ഇവിടെയൊക്കെ ഭ്രാന്തന്മാരെ പിടിച്ചു കെട്ടാൻ വേണ്ടി വള്ളി ഇട്ടേക്കുന്നത് പോലെ അങ്ങനത്തെ കുറെ വള്ളി എന്ന് പറഞ്ഞു മാറി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കും. നമ്മുടെ നിസ്കാരം പരിശോധിച്ച് നോക്കുമ്പോൾ നേരെയുള്ള നിസ്കാരമല്ല, അതിൽ അവിടെ ഒട്ടിപ്പ്, ഇവിടെ ഒട്ടിപ്പ്, അവിടെ തൂങ്ങല്, ഇവിടെ ഇങ്ങനെ കാണും. ഇതവിടെ എടുക്കൂല. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും, നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും എല്ലാം. ഇപ്പൊ ഹജ്ജ് ഉംറ എന്നൊക്കെ പറഞ്ഞ നമ്മളായിട്ട് എന്തെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പെണ്ണുങ്ങൾ ഇങ്ങനെ കൂട്ടമായിട്ട് ഹജ്ജിന് പോവുക, മഹറമില്ലാതെ പെണ്ണുങ്ങൾ യാത്ര ചെയ്യുക, ഉംറ ചെയ്യുന്നതാണ്. ഉംറ എത്ര വലിയ അമല, ഹജ്ജ് എത്ര വലിയ അമല. ഹജ്ജ് ചെയ്യുന്നവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്നവൻ സ്വർഗത്തിലാണ്, അവൻ സ്വർഗവാസിയായിട്ടാണ് വരുന്നത്. റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഒരു പാപവും ഇല്ലാത്തവനായിട്ട് വരും, എല്ലാം പുറത്തുനിന്ന് വന്നു. പക്ഷെ അതിലേക്ക് പോകുന്നത് എങ്ങനെയാ? യാത്ര ചെയ്യുന്നത് എല്ലാം ഹറാമായിട്ട്. പെണ്ണൊറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു,
ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഫർളായ ഹജ്ജ് പോലും നിർബന്ധമില്ല ഒരു പെണ്ണിന്, ആ പെണ്ണിന്റെ ഭർത്താവോ മഹറമായ ബന്ധുവോ യാത്രയ്ക്ക് കൂടെയില്ലാതെ എന്നല്ല, അങ്ങനെ യാത്ര ചെയ്യൽ ഹറാമാണ്. ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അൻ തുസാഫിറ മസീറത സലാസത അയ്യാമിൻ വലയാലിഹാ ഇല്ലാ വമഅഹ സൗജുഹാ ഔ ദു റഹ്മിൻ മഹ്റമിൻ മിൻഹാ. അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വാസമുള്ള പെണ്ണാണെങ്കിൽ, അവിടെ ആഖിറം പറഞ്ഞു തങ്ങൾ, അള്ളാഹുവും പറഞ്ഞു, ഈമാനിന്റെ പ്രധാന ഭാഗം. ആഖിറത്തിലും അള്ളാഹുവിലും വിശ്വാസമുള്ള ഒരു പെണ്ണാണെങ്കിൽ യാത്രയുടെ ദൂരം, 3 ദിവസത്തെ വഴി ദൂരം, ഭർത്താവോ മഹറമായ ബന്ധുവോ ഇല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹലാലല്ല. ഹലാലല്ല എന്ന് പറഞ്ഞാൽ ഹറാമാണ്. അപ്പൊ ഹറാമായ കാര്യമാണ് ഹജ്ജിൽ ഉടനീളമുള്ളത്. പാപം പൊറുക്കാൻ വേണ്ടി, ശുദ്ധിയാക്കാൻ വേണ്ടി, ജനിച്ച അന്നുപോലെ ആക്കാൻ വേണ്ടി അല്ലാഹു തആല വെച്ചേക്കണു ഹജ്ജ്. ഈ പെണ്ണെന്താ ചെയ്യുന്നത്? എല്ലാ സെക്കൻഡിലും ഈ ഹറാമായ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തവാഫ് ചെയ്യുന്നതും ഹറാമായിട്ട്, സഅയ് ചെയ്യുന്നതും ഹറാമായിട്ട്, അറഫായിൽ നിൽക്കുന്നതും ഹറാമായിട്ട്, മുസ്ദലിഫയിൽ താമസിക്കുന്നതും ഹറാമായിട്ട്, മിനായിൽ താമസിക്കുന്നതും ഹറാമായിട്ട്, ജംറകൾ എറിയുന്നതുമെല്ലാം ഹറാമായിട്ട്. അതുകൊണ്ട് എന്താ ഫലം? എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത്, തങ്ങളുടെ മാർഗത്തോട് യോജിച്ചില്ല. തങ്ങളുടെ മാർഗത്തോട് യോജിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, എന്നെ ഇന്ന സ്ഥലത്തേക്ക് പോകുന്ന യുദ്ധത്തിന് പോകാൻ വേണ്ടി ആ യോദ്ധാക്കളുടെ കൂട്ടത്തിൽ, ആ ജമാഅത്തിൽ എന്റെ പേരെഴുതപ്പെട്ടിരിക്കുകയാണ്. ഉക്തുതിബ്തു ഫീ സരിയ്യതി കദ. എന്നെ സംഘത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്ന, ഇന്നത്തെ മാതിരി പുറപ്പെടുന്ന എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ജമാഅത്ത് ഏതെങ്കിലും പള്ളിയിലേക്ക് പോകലല്ല, യുദ്ധത്തിന്, ശത്രുക്കളോട് യുദ്ധത്തിന് പോകാൻ വേണ്ടി പോകുന്ന സംഘത്തിന്റെ കൂട്ടത്തിൽ എന്നെ എഴുതപ്പെട്ടു, ഞാനും അതിലുണ്ട്, എന്റെ പേരെഴുതപ്പെട്ടിരിക്കുക. എന്റെ ഭാര്യ, എന്റെ പെണ്ണ് ഹജ്ജിന് പോകാൻ തീരുമാനിച്ച് ഹജ്ജിന് പുറപ്പെടാൻ പോവുകയാണ്. എനിക്ക് പേരെഴുതിയത് കൊണ്ട് പോകാതിരിക്കാൻ പറ്റൂല. യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കേണ്ടതാണ്, എന്റെ പേരെഴുതിപ്പോയി. അപ്പോഴാണ് ഭാര്യ ഹജ്ജിന് പോകുന്നത്, ഞാൻ എന്ത് ചെയ്യണം? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആരെങ്കിലും ഹജ്ജിന് പോകുന്ന വേറെ പെണ്ണുങ്ങൾ ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ 2-3 പേരുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നീ പറഞ്ഞു വിട്ടിട്ട് ഈ യുദ്ധത്തിന് പൊക്കോ, അല്ലെങ്കിൽ സാരമില്ല പൊക്കോട്ടെ, ഉണ്ടല്ലോ വിത്തൗട്ട് മഹറം അനുവാദം ഉണ്ടല്ലോ, അതുകൊണ്ട് വിത്തൗട്ട് മഹറമിന്റെ കൂട്ടത്തിൽ അപേക്ഷ കൊടുത്ത് കയറ്റി വിട് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ആ സഹാബിയോട് പറഞ്ഞു, യുദ്ധത്തിൽ പേരെഴുതിയെങ്കിൽ എഴുതിക്കോട്ടെ, നീ പോകണ്ട, അത് വേറെ ആരെങ്കിലും ചെയ്തോളും, നീ നിന്റെ ഭാര്യയുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോകാം, ഹജ്ജിന് പോകും. ഭാര്യയുടെ കൂട്ടത്തിൽ നീ ഹജ്ജിന് പോയില്ലെങ്കിൽ അവളുടെ ഹജ്ജ് ശരിയാവില്ല, പോകാൻ പാടില്ല, അവൾക്ക് ഹറാമാണ്. അതുകൊണ്ട് യുദ്ധം പകരം ആരെയെങ്കിലും അയക്കാം, ഭാര്യയുടെ കൂട്ടത്തിൽ പകരം ആരെയെങ്കിലും അയക്കാൻ പറ്റൂ. ഇപ്പൊ എല്ലാവരും ഭാര്യമാരെ പകരത്തിനല്ലേ അയക്കുന്നത്. കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഗ്രൂപ്പിലുള്ള ആരെയെങ്കിലും ഒക്കെ പകരമാക്കിയിട്ട് വേണമെങ്കിൽ എഴുതിയും വെക്കും, ഭർത്താവാണ്, വാപ്പായാണ്, സഹോദരനാണെന്നൊക്കെ എഴുതിയും വെക്കും. എഴുതി കൊടുത്തിട്ടാ പോകുന്നത്. വാപ്പായാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് പോയി, അല്ലെങ്കിൽ സഹോദരനായി എഴുതി കൊടുത്തിട്ട് പോയാ വാപ്പായ അപവാദം പറയല, ഉമ്മായ അപവാദം പറയല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനിദ്ദഅ ഇലാ ഗൈരി അബീഹി ഫൽ ജന്നത്തു അലൈഹി ഹറാം. സ്വന്തം പിതാവല്ലാതെ വേറെ ആരെങ്കിലും തന്റെ പിതാവാണെന്നെങ്ങാനും പറഞ്ഞ് അങ്ങോട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ ഫൽ ജന്നത്തു അലൈഹി ഹറാം, പിന്നെ സ്വർഗം അവനക്ക് ഹറാം, ഒരിക്കലും കിട്ടില്ല, തീർന്നതോടുകൂടി. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല ഇത് പരിശോധിക്കാനാണ് നമ്മളെ ഇവിടെ വിട്ടേക്കുന്നത്. എന്ത് ചെയ്യുക? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നല്ല അമൽ ചെയ്യുന്നവർ ഈ 2 നിബന്ധനകൾ പാലിച്ചാണ് അമൽ ചെയ്യുന്നത് എങ്കിൽ അമല് നല്ലതാണ്. ഇല്ലെങ്കിൽ എന്തെല്ലാം ചെയ്താലും ശരി, അതൊന്നും നല്ലതായി കണക്കാക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് പരിശോധിക്കാനാണ് ഞാൻ നിങ്ങളെ ജനിപ്പിച്ചതും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും. ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചെല്ലാം അല്ലാഹു തആല പറഞ്ഞു. അതാണ് പിന്നീടും ആയത്തുകളിലും സൂറത്തുകളിലും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളുടെ അമലുകൾ ഈ 2 കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം ചെയ്യുമ്പോൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ പഠിപ്പിച്ചോ, എങ്ങനെ കാണിച്ചു തന്നോ
അതുപോലെയാണോ നമ്മൾ ചെയ്യുന്നത്? എല്ലാ അമലുകളും അതുപോലെയാണോ ചെയ്യുന്നത് എന്ന് നോക്കണം. അതുപോലെ നമ്മളുടെ മനസ്സിൽ ആ സമയത്ത് എന്താണ് ചിന്ത? അള്ളാഹുവിന്റെ പൊരുത്തത്തെ മാത്രം ലക്ഷ്യമാക്കിയാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കും. ഈ രണ്ട് കാര്യവും ഉറപ്പായ നമ്മളുടെ അമല് നല്ലതായി, സ്വീകരിക്കപ്പെട്ടതായി, അള്ളാഹുവിനടുക്കൽ അംഗീകരിക്കപ്പെട്ടതായി എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിന് പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഈ രണ്ട് കാര്യവും ഇല്ല, പിന്നെ അത് ശരിയായതായി നമുക്ക് കണക്കാക്കാൻ പറ്റൂല, അതിന് പ്രതിഫലം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റൂല. എന്നല്ല, പ്രതിഫലത്തിന് പകരം അതിന് നമുക്ക് ശിക്ഷയായിരിക്കും ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് അമലുകളെ നല്ല നിലയിൽ ആക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അമൽ ചെയ്യുക എന്നുള്ളതല്ല, ആ ചെയ്യുന്ന അമല് നല്ലതായിരിക്കുക, അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ടതാവുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതുപോലെ ആവുക. അതുപോലെ ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തെ ലക്ഷ്യമാക്കി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അമലുകൾ കൂടുതൽ ചെയ്യലല്ല, ചെയ്യുന്നത് നന്നാകലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെ ശരിയായ നിലയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ അനുസരിച്ച് ചെയ്ത് പൂർത്തിയാക്കാൻ നമുക്കെല്ലാം ഭാഗ്യം തരട്ടെ.